വാഹന വിപണി കടുത്ത പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലും പുതിയ വാഹനങ്ങളെ വിപണിയിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് മാരുതി. പുതിയ ഉപഭോക്താക്കൾക്കായിട്ട് തങ്ങളുടെ വാഹനനിര ഏറ്റവും ആകർഷകമായി തീർക്കാനാണ് കമ്പനിയുടെ ശ്രമം. അടുത്തിടെയാണ് എർട്ടിഗയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട XL6 എന്ന മോഡലിനെ കമ്പനി അവതരിപ്പിച്ചത്. അതിനു പിന്നാലെ എൻട്രി ലെവൽ ഹാഷ്ബാക്കായ എസ്പ്രസോയും പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാതാക്കൾ. വിപണിയിൽ റെനോ കിഡ്, ടാറ്റ ടിയാഗോ എന്നിവയാവും വാഹനത്തിന്റെ പ്രധാന എതിരാളികൾ. പുറത്തിറങ്ങും മുൻപ് നിരവധി തവണ എസ്പ്രസോ പരീക്ഷണയോട്ടങ്ങൾ നടത്തുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വാഹനത്തിന് 4 വകഭേദങ്ങളാവും ഉണ്ടാവുക. മാരുതിയുടെ അറീന ഡീലർഷിപ്പുകൾ വഴിയാവും എസ്പ്രസോ വിൽപ്പനയ്ക്ക് എത്തുന്നത്. നിർമ്മാതാക്കളുടെ വാഹന നിരയിൽ വാഗണറിനോടൊപ്പമാവും എസ്പ്രസോയുടെ സ്ഥാനം. കൂടുതലായും യുവതലമുറയെ കേന്ദ്രീകരിച്ചാണ് കമ്പനി വാഹനത്തെ വിപണിയിൽ എത്തിക്കുന്നത്. 2018 ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ഫ്യൂച്ചറസ് കൺസെപ്റ്റിനെ ആസ്പദമാക്കിയാണ് എസ്പ്രസോ നിർമ്മിച്ചിരിക്കുന്നത്. മാരുതി ആൾട്ടോ K10 വരുന്ന അതേ 1 ലിറ്റർ K10 പെട്രോൾ എഞ്ചിനാണ്. BS6 നിലവാരത്തിലേക്ക് ഉയർത്തിയ എഞ്ചിനാവും. വാഹനത്തിന്റെ ഉയർന്ന പതിപ്പുകളിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും വരുന്നു. തങ്ങളുടെ എൻട്രി ലെവൽ വാഹനങ്ങളിൽ ഓപ്ഷണൽ ഫീച്ചറായി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ കമ്പനി ഇപ്പോൾ നൽകുന്നു. 68 bhp കരുത്തും 90 Nm ടോർക്കും പരമാവധി സൃഷ്ടിക്കാൻ കഴിയുന്ന എഞ്ചിനാണ്. 3.3 ലക്ഷം രൂപയാവും വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. SUVക്ക് സമാനമായ രൂപഘടനയാണ് എസ്പ്രസോയ്ക്ക്. ടോൾ ബോയ് ഡിസൈനും മസ്കുലൈൻ ലുക്ക് തോന്നിക്കുന്ന പുറത്തേക്ക് തള്ളിയ വീൽ ആർച്ചുകളുമാണ്. ആധുനിക രീതിയിലുള്ള അകത്തളമാവും വാഹനത്തിൽ വരുന്നത്. ഏറ്റവും ഉയർന്ന പതിപ്പുകളിൽ സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആവും. എയർ ബാഗുകൾ, ABS+, EBD, പിൻ പാർക്കിംഗ് സെൻസറുകൾ, ഹൈസ്പീഡ് വാർണിംഗ്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നിവയടങ്ങിയ നിർബന്ധ സുരക്ഷാ കിറ്റും വാഹനത്തിൽ വരുന്നുണ്ട്. എസ്പ്രസോയുടെ ബോഡിക്ക് ചുറ്റും പ്ലാസ്റ്റിക് ക്ലാഡിംഗ് കമ്പനി നൽകിയിരിക്കുന്നു. അതോടൊപ്പം 15 ഇഞ്ച് അലോയ് വീലുകൾ, വലിയ LED ഹെഡ്ലാമ്പുകൾ, ടെയിൽ ലാമ്പുകൾ എന്നിവയാണ്. വാഹനത്തിന്റെ ബുക്കിംഗ് മാരുതി വരുന്ന ആഴ്ചയിൽ തന്നെ ആരംഭിക്കും. എസ്പ്രസോയുടെ ഔദ്യോഗിക വില സെപ്റ്റംബർ 30 കമ്പനി വെളിപ്പെടുത്തും. അടുത്തതായി വിറ്റാര ബ്രീസയുടെ പെട്രോൾ പതിപ്പ്, ഏറ്റവും പുതിയ വിറ്റാര SUV, ജിപ്സിക്ക് പകരക്കാരനായി എത്തുന്ന ജിംനി എന്നിവയെയും മാരുതി ഉടൻ തന്നെ വിപണിയിൽ എത്തിക്കും.